നമസ്കാരം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി അടക്കി വാണിരുന്ന ഭീമാകാരങ്ങളായ ജീവിവർഗങ്ങളുടെ ലോകത്ത് വെളിച്ചം വീശുന്ന അത്യപൂർവമായ ഒരു കണ്ടെത്തലിൻ്റെ ആവേശത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം. സ്പെയിനിലെ മണ്ണിൽ നിന്ന് അടുത്തിടെ ഖനനം ചെയ്തെടുത്ത ഒരു സസ്യബുക്ക് ദിനോസറിൻ്റെ തലയോട്ടി പരിണാമ ചരിത്രത്തിലെ നിർണായകമായ പല കണ്ണികളെയും കൂട്ടിയോജിപ്പിക്കാൻ സഹായിക്കുന്നു. ദിനോസർ വർഗ്ഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ രൂപഭാവങ്ങളുള്ള സ്റ്റെഗോസോറസുകളുടെ ശരീരഘടനയെക്കുറിച്ചും അവയുടെ വംശപരമായ വളർച്ചയെക്കുറിച്ചും നിലനിന്നിരുന്ന പല ധാരണകളെയും തിരുത്തിക്കുറിക്കുന്നതാണ് ഈ കണ്ടെത്തൽ. പുറത്തും വാലിലും വരി വരിയായി കാണപ്പെടുന്ന കടുപ്പമേറിയ പ്ലേറ്റുകളും മുള്ളുകളും കൊണ്ട് പ്രശസ്തമായ ഈ പടച്ചട്ടയണിഞ്ഞ ദിനോസറുകൾ പ്രകൃതിയുടെ അത്ഭുതകരമായ രൂപകൽപ്പനയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. സ്പെയിനിലെ തെരുവൽ പ്രവേശയിലുള്ള ഡിയോവൈഡയിലെ എസ്താൻ ഡി കൊളാൻ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ അമൂല്യ ഫോസിൽ കണ്ടെത്തുന്നത്. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അഥവാ അന്ത്യ ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഡാൻസെൻഡ്രൂസസ് അർമാറ്റസ് എന്ന ഇനത്തിൽപ്പെട്ട ദിനോസറിൻ്റേതാണ് ഈ തലയോട്ടി. സ്റ്റെഗോസോറസ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ തലയോട്ടികൾ കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമായ ഒന്നാണ്. ഇവയുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ അസ്ഥികളെ അപേക്ഷിച്ച് തലയോട്ടിയിലെ എല്ലുകൾ വളരെ നേർത്തതും വളരെ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൂർണ്ണമായ ഈ ശിരോഫോസിൽ പാലിയന്റോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിധിയാണ്. 1875 ആദ്യമായി ഈ വർഗ്ഗത്തെ ശാസ്ത്രവും തിരിച്ചറിഞ്ഞതിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന 2025 തന്നെ ഇത്തരമൊരു കണ്ടെത്തൽ നടന്നു എന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ പുതിയ ഫോസിൽ പഠന വിധേയമാക്കിയപ്പോൾ ഡാൻസെൻഡ്രൂസ് അർമാറ്റസിൻ്റെ ശരീരഘടനയെക്കുറിച്ചുള്ള വിസ്മയിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. തലയോട്ടിയുടെ പിൻഭാഗത്തുള്ള അസ്ഥികൾക്ക് മറ്റ് സ്റ്റെറാഗോസുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചരിവുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. ഈ പ്രത്യേകത അവിടെ അസാധാരണമായ നീളമുള്ള കഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. നീളമുള്ള കഴുത്തിനെ താങ്ങി നിർത്താനും അവയുടെ ചലനങ്ങൾ നിയന്ത്രിക്കാനും ഈ അസ്ഥിഘടന സഹായിച്ചിട്ടുണ്ടാകാം. ഫൗണ്ടേഷൻ ഡിനോപോളിസിലെ ഗവേഷകർ നടത്തിയ ഈ പഠനം വെട്രബേറ്റഡ് സുവോളജി എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത്. കേവലം ഒരു ഫോസിൽ കണ്ടെത്തുക എന്നതിലുപരി സ്റ്റെഗോസോറസുകളുടെ ആഗോളതലത്തിലുള്ള പരിണാമത്തെ പുനർനിർവചിക്കുവാനും ഈ പഠനത്തിന് സാധിച്ചു. 30ഓളം ദിനോസർ ഗ്രൂപ്പുകളുടെ 115-ലധികം ശരീര സവിശേഷതകൾ താരതമ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രജ്ഞർ ഒരു പുതിയ പരിണാമ ഭൂപടം പോലും തയ്യാറാക്കി. ഇതിലൂടെ സ്റ്റെഗോസോറസുകളെ ഹുയാൻഡോസ്റ്റോറിഡെ, സ്റ്റെഗോസോറിഡെ എന്നിങ്ങനെ 2 പ്രധാന ശാഖകളായി അവർ വിഭജിച്ചു. ഇതിനു പുറമെ ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഏഷ്യ എന്നിവിടെ നിന്നുള്ള ഇടത്തരം മുതൽ വലിയ വലുപ്പമുള്ള സ്റ്റെഗോസോറസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയോ സ്റ്റെഗോസോറിയ എന്ന പുതിയൊരു വർഗ്ഗത്തെയും അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ചില സ്റ്റെഗോസോർ വർഗ്ഗങ്ങൾ ക്രിറ്റേഷ്യസ് കാലഘട്ടം വരെ അതിജീവിച്ചിരുന്നു എന്നതടക്കമുള്ള പുതിയ നിഗമനങ്ങളിലേക്ക് ഈ പഠനം വിരൽ ചൂണ്ടുന്നു. റിയോ ഡെവഡയിലെ ഈ ഫോസിൽ സൈറ്റ് വരും കാലങ്ങളിൽ കൂടുതൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന ആണ് ഗവേഷകരുടെ പ്രതീക്ഷ. നിലവിൽ മുതിർന്ന ഒരു ദിനോസറിൻ്റെ തലയോട്ടി ലഭിച്ചതാണ് എങ്കിലും ഇതേ വർഗ്ഗത്തിൽപ്പെട്ട കുട്ടി ദിനോസറുകളുടെ അസ്ഥികളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദിനോസറുകളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. സാവധാനം ചലിക്കുന്ന പടച്ചട്ടയണിഞ്ഞ ഈ സസ്യബുക്കുകൾ എങ്ങനെയാണ് ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ചത് എന്നും കാലത്തിനനുസരിച്ച് അവയുടെ രൂപത്തിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നും അറിയാനുള്ള ഏറ്റവും വലിയ തെളിവായി സ്പെയിനിലെ ഈ കണ്ടെത്തൽ മാറിയിരിക്കുന്നു. ഭൂമിയുടെ അഗാധതയിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരം അറിവുകൾ പ്രകൃതിയുടെ വിസ്മയകരമായ അതിജീവനത്തിൻ്റെയും മാറ്റങ്ങളുടെയും കഥയാണ് വിളിച്ചു പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.